നീണ്ട യാത്ര നൽകിയ അനുഭവങ്ങളും അറിവുകളും മനസ്സിനൊരു മരവിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയായി നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുവോ ഈ പയ്യനെ? എത്രയോ കാസറ്റുകളിലും TV പ്രോഗ്രാമുകളിലും നിങ്ങൾ ഈ മുഖം ഒരു കാലത്ത് കണ്ടു. അതെ, വർഷങ്ങൾക്ക് മുമ്പ്, അടുപ്പിച്ച് 4 വർഷങ്ങളോളം സംസ്ഥാന കലാപ്രതിഭയായിരുന്ന അതേ മനു മേനോൻ തന്നെ. നൃത്തരംഗത്ത് അത്യുന്നതങ്ങൾ എത്തിപ്പിടിക്കാനായിരുന്നു അവന്റെ മോഹം. ഏകമകൻ ഉയരങ്ങൾ കീഴടക്കുന്നത് കാണാൻ അവന്റെ ധനികയായ അമ്മ കാത്തിരിക്കുകയുമായിരുന്നു. പക്ഷേ അച്ഛനൊന്ന് വലിയ കോപത്തിലാണല്ലോ. കൊറേ ദിവസമായി കണക്കല്ല കൃത്രിമം കാണുന്നു. അച്ഛൻ ഇന്ന് അയാളെ കൈയോടെ പിടിച്ചു. അല്ലെങ്കിൽ അയാളൊരു വൃത്തിയേട്ടനാ. അയാളുടെ ഒരു നോട്ടവും ഭാവവും. ആഹാ, മുതലാളിയുടെ മോളെയും ചീത്ത കണ്ടോടെ നോക്കൂ. ആട്ടെ, മനുവിന്റെ റിസോർട്ടിൽ എങ്ങനെ? എനിക്കില്ല, എല്ലാം അമ്മ നോക്കും. ഞാനും എന്റെ പുസ്തകങ്ങളും. പിന്നെ നിർത്തുമല്ലേ? എന്തായാലും മനുവിന്റെ അമ്മയെ സമ്മതിക്കണം. ഇത്രയും വലിയ സ്വത്തുക്കളുടെ അധിപയായിട്ടും നൃത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആ കാലം, എന്നിട്ടൊടുവിൽ ഭർത്താവ് മരിച്ചപ്പോ ആ നിമിഷം ചിലം കഴിച്ചു വെച്ച് സ്വന്തം മകന് വേണ്ടി ജീവിച്ച മാതൃത്വം. ഈശ്വര, എനിക്ക് ഇങ്ങനെ ഒരു അമ്മയില്ലാതായി പോയല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് മനുവിനോട് അസൂയ. മോനെ, നാളെ മുതൽ നമ്മുടെ ബന്ധത്തിലുള്ള രാജ്യ ഡാൻസിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പുക്കുട്ടൻ മാഷ്? നിനക്കിനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിലല്ലേ മത്സരിക്കേണ്ടത്. അതിന് അപ്പുക്കുട്ടൻ മാഷ് പോരാ. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ, അത് ശരി. റിസോർട്ടിൽ പോണം. അച്ഛനൊരിടം വരെ പോകാനുണ്ട്. പോകാച്ച. ഏട്ടാ, അതിനു മുമ്പ് എന്നെ ട്യൂഷൻ സെന്ററിൽ ഡ്രോപ്പ് ചെയ്യണം. രണ്ടും കൂടി നടക്കില്ല. എന്നല്ലേ ഞാൻ മനുവിന്റെ സൈക്കിളിൽ പോയിക്കോളാം. അത് നോക്കിയടാ. ഓ, അതാണോ? അതിപ്പോ ഒരു പുതിയ കാഴ്ചയൊന്നും അല്ലല്ലോ. മനുവിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ സീതയുടെ അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. അത്രയും കൂട്ടായിരുന്നില്ലേ രണ്ടുപേരും? എന്തായാലും നല്ല മാച്ചാ. അതെ അതെ.
നീ എവിടെ പോയിരുന്നടാ? റിസോർട്ടിൽ പോയപ്പോ അവർക്കും അറിയില്ല. ഞാനും നിന്നെ തേടി നടക്കായിരുന്നു. എന്തേ? കണ്ണൊന്ന് തെറ്റാൻ കാത്തിരിക്കുക എല്ലാവരും. അതിനൊറ്റ വഴിയുള്ളൂ, ഒക്കെ എന്നെ ഏൽപ്പിക്കുക. കൊള്ളാം. എന്റെ പൊന്നുമോൻ ആദ്യം ഒരാണാവ്, എന്നിട്ടാവും ബാക്കി. സുഖമില്ലേ? തലവേദന. പോണോ? അല്ലെങ്കിൽ നീ കൊള്ളില്ല അങ്ങട്ടാ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്ന് തന്നെ. അതുമല്ല, ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലേ, പിന്നെന്തിനാ കുറ്റബോധം? എന്തോന്ന് ചേ, അവരെന്റെ ബന്ധുവല്ലേടാ. ബന്ധുവായാലെന്താ, അവര് മനുഷ്യ സ്ത്രീയല്ലേ. എടാ, നമ്മുടെ ചായക്കടക്കാരി ദീനാമില്ലേ, അവളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എന്താ അഭിപ്രായം? അതല്ല, അവള് സ്വല്പം ഡിങ്കിടിക്കുക. സാരല്ല, ഞാൻ വളച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മോശമല്ലടാ അതൊക്കെ. ശരിയാ, വളരെ വളരെ മോശം. ഓ, മണക്കൂസ് എങ്ങോട്ടാ? ഞാൻ കടയിൽ പോവാ. ആഹാ. മനുവേട്ടൻ പോരുന്നോ? ഞാൻ പോവാ. എടാ, അനുകൂലമായ സമയമാണല്ലോടാ. എന്തിന്? ഇവൻ ഏത് കോപ്പിലേ? ഡാ, അവൻ കടയിൽ പോയി. ഇപ്പൊ അവള് തനിച്ചാ. ഇപ്പൊ മുട്ടാൻ പറ്റിയ ടൈമാ. അല്ലെങ്കിലേ അവൾക്ക് നിന്റെ മേലൊരു കണ്ണുള്ളതാ. നിന്റെ ആണത്തത്തിലെ എനിക്ക് സംശയം തോന്നുന്നു. മനു, വരൂ. ഞാൻ വളരെ കാര്യമായിട്ടാ പറയുന്നത്. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അറിയാഞ്ഞിട്ടല്ലടാ. ഒരിക്കൽ ഞാൻ അവനെ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിച്ചതായിരുന്നു. വെറുതെ പറഞ്ഞുകൊണ്ടായില്ല ഹരി. ശരിക്കും ഒന്ന് വാൺ ചെയ്യണം. ഇത് അവനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, നിന്റെ പെങ്ങളുടെ ജീവിതം കൂടിയാ. എനിക്ക് ശരിക്കും അറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ 4 പേര് കൂടുന്നിടത്തൊക്കെ സംഭാഷണ വിഷയം മനുവാ. പ്രായത്തിന്റെ അറിവുകേട് കൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതാ. അത് പിന്നെ തുടരുകയില്ലെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് നല്ല പെട കിട്ടാത്തതിന്റെ രോഗമാ. കണ്ട പെമ്പിളോടൊക്കെ തോന്നിയാസം കാണിക്കുന്ന വെച്ചാ
എന്താ പറയാ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നാട്ടുകാരെടുത്തിട്ട് പെരുമാറുന്നതിന് മുമ്പേ നീ ആയിട്ട് അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വേറൊന്നും എനിക്ക് പറയാനില്ല. ആ അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ആ തിങ്കളാഴ്ച. ശരി. ഇവരൊക്കെ ആരാ? എന്റെ കല്യാണം നിശ്ചയിച്ചു. ഡാൻസ് ക്ലാസ് ഇനി തുടരണ്ടെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ട് മനു ഇനി ഇവിടെ വരണ്ട. മനുവേട്ടാ, മനുവേട്ടാ. അതെ, ഒരു ദുരന്തത്തിന്റെ നാന്ദി കുറിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾക്കറിയുമോ പിന്നീട് എന്തുണ്ടായെന്ന്? ഉപബോധ മനസ്സിൽ രൂപം കൊണ്ട ആ പുതിയ പ്രതിച്ഛായ, അതിന്റെ വിക്രിയകൾ, അവൻ പോലും അറിയാതെ അതവനെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റി. പക്വത നേടുന്നതിന് മുമ്പേ അടുപ്പിച്ചു കൈവന്ന ലൈംഗികാനുഭവങ്ങൾ സ്വയം അറിയാതെ അവനെ അതിന്റെ അടിമയാക്കി കഴിഞ്ഞു. ഓക്കാപ്പുറത്ത് എല്ലാം കൈവിട്ടുപോയി എന്ന തോന്നൽ വല്ലാതെ ഉലച്ചു കളഞ്ഞപ്പോൾ അവന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോയി. ആന്തരിക മുഖത്തിന് ഒരു പുതിയ ഛായ കൈവന്നതുപോലെ ഒരു പുതിയ സ്വഭാവം.
ഒന്ന് വേഗം വന്നേടാ, ഇനി ടിക്കറ്റ് കിട്ടാതാവും. അതേ വരുന്നു. ആ, മോനെ, ആ? ഇവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? അല്ല, മനുവിന്റെ കാര്യമേ. ഓ, അല്ല, അവനിത്തിരി. ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ല. മോളെ, മോളെ, മോളോട് എന്താ പറയേണ്ടത് നീ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. ഒന്നും അറിയാത്ത എന്റെ മോനെ ഒരു പെണ്ണ് മൃഗമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. എല്ലാറ്റിന്റെ നടുക്ക് നൊന്ത് പിടയാണ് ഈ അമ്മ. മോൾ അമ്മയോട് ക്ഷമിക്കണം. മനുവിനെ ഇഷ്ടല്ലേ? ഇഷ്ടം. അപ്പൊ പിന്നെ ഞാൻ മനുവിനെ സ്നേഹിക്കുമ്പോ മനു നാണിക്കാൻ പാടുണ്ടോ? ഇത്ര സമയത്തൊക്കെ നാണിച്ച പിന്നെ നമ്മൾ എന്ത്? മനു, കൂട്ടുകാരോട് ഇതൊക്കെ പറയോ? ആരെങ്കിലും അറിഞ്ഞാ ഞാൻ ചത്തളയോ? മണക്കൂസ് ഇപ്പൊ എപ്പോഴും മുട്ടായും കടലിൽ നിന്നിലാണല്ലോ. അതെ, മനുവേട്ടൻ ഡാൻസ് പഠിക്കാൻ വന്നാ എന്ന് എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ കാശ് വരും. ശരിക്ക് പഠിപ്പിക്കുന്നുണ്ടാവും. എല്ലാം മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? ഒന്നും അറിയാത്ത സമയത്ത് എല്ലാം ഉപദേശിക്കാൻ ഞാൻ വേണം. എല്ലാം നേടിയപ്പോ ഒടുവിൽ നമ്മളൊരു കറിവേപ്പലയായി. സോറി മൈ ഫ്രണ്ട്, ഇത്തരം കാര്യങ്ങൾക്ക് എനിക്കൊരു കൂട്ടിന്റെ ആവശ്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനു എന്നെ വെറുക്കല്ലേ? വെറുക്ക്? പിന്നെന്തിനാ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നേ? സോറി സീത, ഞാൻ മനഃപൂർവ്വം നിന്നെ അവോയ്ഡ് ചെയ്യുന്നതല്ല. കുറച്ചു നാളായി ഞാൻ ഏതോ സ്വപ്ന ലോകത്തായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നിന്നെ എനിക്ക് വേണമെന്ന്. നിന്നെ എനിക്ക് വേണം സീത.
സോറി സീത, നിന്നെ എനിക്ക് വേണം. എന്താ ഇത്? സീത, മനു വേണ്ട, നിന്നെ വേണം സീത. വേണ്ട മനു, വേണ്ട. സീത, മനു, സീത, ഞാൻ പറയുന്നത് കേക്ക്. ഛെ. മനുക്കുട്ട, ആ മനുക്കുട്ടൻ എന്താ ഈയിടെ ഒരുമാതിരി? എന്ത്? അമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തിന്? മനുക്കുട്ടൻ എപ്പോഴും പുറത്ത് ചുറ്റി നടക്കുന്നതിൽ. നാട്ടുകാർ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മണിക്കുട്ടൻ ശ്രദ്ധിക്കണം. താൻ തന്റെ പാട്ട് പാടും. ഛേ, മോനെ ടീച്ചർ ശരിക്കും പഠിപ്പിക്കുന്നില്ലേ? ആ അമ്മയൊന്നും കണ്ടില്ലല്ലോ, മോനൊന്നും കാണിച്ചതാ. അമ്മ എന്തേ പറയുന്നേ? ഞാനത് ചെറിയ കുട്ടിയാ. നാട്ടിലാകെ പാട്ടായിരിക്കുന്നു. അവനിപ്പോ ഫുൾ ടൈം അവിടെയാണെന്നാ കേട്ടത്. സീതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അവളുടെ മനസ്സ് ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാവും ആലോചിച്ച് നോക്കുമ്പോ അച്ഛനും വല്ലാത്ത ടെൻഷനിലാണ്. അവന്റെ അമ്മയോടാണെങ്കിൽ ഇതെല്ലാം തുറന്നു പറയാൻ ആരും ധൈര്യപ്പെട്ടിട്ടുമില്ല. ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുമോ ആവോ? നിൽക്കൂ, എന്താ നിനക്ക് പറ്റിയത്? കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നെ കാണുമ്പോ നീ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? എന്താണെങ്കിലും എന്നോട് പറ. അവിടെ വെക്ക്. ഉം. ആ. മോളെ,
എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ചേട്ടാ, എനിക്കൊന്ന് സീതയെ കാണണം. വേണ്ട, ഇനി അവൾ നിന്നെ കാണില്ല. ചേട്ടാ പ്ലീസ്, ഒരു തവണ, ഇനി ഒരിക്കലും. നോ, നാട് മുഴുവൻ വൃത്തികേട് കാണിച്ച് നടന്നവനാണ് നീ. സ്വന്തം അമ്മയെ കൊന്നവനല്ലടാ നീ. അമ്മ, അമ്മ, എന്ത് നീ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്റെ അമ്മയ്ക്ക് എന്താണെങ്കിലും എന്നോട് പറ. എന്റെ അമ്മയ്ക്ക് എന്താണോ പറ്റിയത്? നിന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതറിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു. ചീതയ്ക്ക് കൊള്ളി വെക്കാൻ കൂടി നിന്നെ കിട്ടിയില്ലോടാ. ഒരു കഷ്ണം കൂടി തരുവോ? ചിപ്പുടാ. മനുവേട്ടൻ. നീ ദുഷ്ടയാ. ഒന്നും അറിയാത്ത എന്നെ വാഗ്ദാനങ്ങൾ നൽകി നശിപ്പിച്ചു. എടി, നിന്നെ ഞാൻ എന്റെ വീടില്ലടി. മനുവേട്ടാ, മനുവേട്ടാ. ആരും കേട്ടിട്ടില്ല. ഒടുവിൽ ഒരു നാൾ കടുത്ത ദുർഗന്ധത്തിന്റെ ഉറവിടം തേടിച്ചെന്ന നാട്ടുകാർ കണ്ടത് മനുഷ്യ മനസാക്ഷിയായിരുന്നു ആ ധനികകുമാരൻ മരിച്ചതെന്നോർക്കുക. അനാഥമായ ആ വീടും റിസോർട്ടും ഏക്കറുകണക്കിന് ഭൂമിയും പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. പിന്നെയോ വേലക്കാരിയുടെ മരണം. ആത്മഹത്യയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം വന്നപ്പോഴാണ് സമൂഹം ഒരു പുനർചിന്തനത്തിനൊരുങ്ങിയത്. പ്രത്യാഘാതങ്ങളുമുണ്ടായി. എന്താടി, നിനക്ക് കൊച്ചു പയ്യന്മാരെ മതിയോ? ഞങ്ങളും പുരുഷന്മാരാടി. എടി ദുഷ്ടൻ, ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞല്ലോടി. ഇവിടെ പോക്ക് കണ്ടില്ലേ? ടീച്ചറെ, ഒന്ന് നിൽക്കൂ. സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? ടീച്ചർക്ക് ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ ഒരു പാവം പയ്യന്റെ ജീവിതം തുലച്ചിട്ട്. എന്താ മനസ്സിലായില്ലെന്നുണ്ടോ? ഒരു പാവം ചെറുക്കനുണ്ടായിരുന്നു ഈ നാട്ടിൽ, പേര് മനു. പോകാൻ വരട്ടെ.
പറയുന്ന മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. നിങ്ങളുടെ സ്വന്തം സുഖത്തിന് വേണ്ടി നിങ്ങൾ തകർത്തത് ഒരു പാവം പയ്യന്റെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തെ മൊത്തമാണ്. പിന്നെ എന്റെ പാവം പെങ്ങളുടെ സ്വപ്നങ്ങളും. ഒരു മനസാക്ഷിക്കുത്തും തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഞാൻ മനുവിനെ ആ പേര് നീ പറയരുത്. ഒരു ദക്ഷിണ വാങ്ങിച്ച കൈകൊണ്ട് തന്നെ അവനെ പിടിച്ച് കൂടെ കിടത്തിയ നിങ്ങൾക്ക് ഒരിക്കലും അതിനുള്ള യോഗ്യതയില്ല. കള്ളക്കണ്ണീര് വേണ്ട. വിവരമില്ലാത്ത പ്രായത്തിൽ അവന് തെറ്റുപറ്റാം. പക്ഷേ അമ്മയെപ്പോലെ ഉപദേശിക്കേണ്ട നിങ്ങൾ. ഹരി, please. നിങ്ങളുടെ കുമ്പസാരം കേൾക്കാനല്ല ഞാൻ വന്നത്. നഷ്ടം നിങ്ങൾക്കല്ല, ആ വേദന നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നാണമില്ലേ നിങ്ങൾക്ക്? അമ്പലത്തിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ പോലെ ഉപാസിക്കേണ്ട കലയെ വ്യഭിചരിച്ചിട്ട് എന്ന് കരയുന്നു. കുറ്റപ്പെടുത്താതെ തിരുത്തിയാൽ മതിയായിരുന്നു എന്നോർത്ത് ദുഃഖിക്കുകയാണ് ആ കൂട്ടുകാരൻ ഇപ്പോൾ. സത്യത്തിൽ ഈ പ്രായത്തിൽ അറിയാതെ തെറ്റുകൾക്ക് അടിമയായി പോകാതിരിക്കാൻ വേണ്ട അറിവും വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്? ഇക്കാര്യത്തിൽ സർക്കാരും സമൂഹവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തെറ്റുകൾ സംഭവിച്ചവരെ സഹാനുഭൂതിയോടെ കാണുക. ഇനി നിങ്ങൾ പറയൂ, ഇതിലാരെയാണ് നമുക്ക് കുറ്റപ്പെടുത്താനാവുക? പ്രായത്തിന്റെ ചാബല്യത്തിൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ ലൈംഗിക അനുഭവങ്ങളെ അറിയാതെ ഉപയോഗപ്പെടുത്തിപ്പോയ ആ പാവം പയ്യനെ, പ്രായമേറെയായിട്ടും അവിവാഹിതയായി ജീവിക്കവേ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് അറിയാതെ അടിമയായി പോയ ആ യുവതിയെ ഓർത്തു നോക്കൂ. കുറ്റപ്പെടുത്താൻ നമ്മളാരും അർഹരല്ല. ഇതിനൊക്കെ ശേഷമല്ലേ എന്നെപ്പോലുള്ളവർക്ക് അക്ഷരാർത്ഥത്തിൽ പ്രശസ്തി വരുന്നുള്ളൂ.